ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എല്ലാവരും സുഖമായി സന്തോഷമായിരിക്കുന്നു വിചാരിക്കുന്നു. ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാനൊരു നൈറ്റ് ഷിഫ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്നലെ ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ് വന്ന് ഉറങ്ങി എഴുന്നേറ്റിട്ടേ ഉള്ളൂ. ഒരു 4:30 ആയി ടൈം. നമ്മൾ പുറത്തൊന്ന് പോവാണ് ചേച്ചിയുടെ ഒക്കെ കൂടെ. ആദ്യം ചേച്ചിയുടെ വീട്ടിലോട്ട് പോകും, പിന്നെ അവിടുന്ന് നമ്മൾ ഫുഡ് കഴിക്കാൻ പോകാനാണ് പ്ലാന്. ഇപ്പം നാളെ എനിക്ക് ലോങ് ഡേ ഉണ്ട്. എന്നിട്ട് ഇങ്ങനെ ഒരു പ്ലാൻ ഇടാൻ കാരണം ചേച്ചിയൊക്കെ ഇവിടുന്ന് ബ്രിസ്റ്റോളിലോട്ട് മൂവ് ആകുവാണ്. അപ്പൊ നമുക്ക് വെസ്റ്റേണിലെ ചേച്ചിയുടെ വീട്ടിൽ പോയി ഇരിക്കാനുള്ള ലാസ്റ്റ് ചാൻസ് ആണ്. പിന്നെ ഒരു സമാധാനമായിട്ട് പോയി അടുത്ത ദിവസം വേണമെങ്കിൽ അവരുടെ വീട്ടിലോട്ട് പോകാം എന്നുള്ള ആ ഒരു ചിന്ത ഇനിയില്ല. കാരണം അവർ വീടെല്ലാം മാറുവാണ്. ഇവിടുന്ന് കംപ്ലീറ്റ്ലി അവിടെ വീടൊക്കെ എടുത്തു. അവരുടെ ജോലി രണ്ടുപേരെ അങ്ങോട്ടായി. അങ്ങനെ അവർ മൂവ് ആകുവാണ്. എനിക്ക് പറയുമ്പോൾ ഒത്തിരി വിഷമമുണ്ട്. കാരണം അവർ എത്ര സ്പെഷ്യൽ ആണെന്ന് നിങ്ങൾക്ക് അറിയാം എനിക്ക്. കാരണം എൻ്റെ വീഡിയോസ് കാണുന്നവർക്കറിയാം. അവർ ഒരു പ്രൊഫഷണൽ ആൻഡ് പേഴ്സണൽ ഡെവലപ്മെന്റിന് വേണ്ടി അവർക്ക് അവിടെ പോയേ പറ്റൂ. അതാണെങ്കിലും നല്ല കാര്യമാണ്. ഞാൻ അവരെ എന്താ പറയുക, അവര് ഇതുവരെ എത്തിയത് ഓർത്തിട്ട് എനിക്ക് ഒത്തിരി സന്തോഷമാണ്. പക്ഷെ എങ്കിലും ഉള്ളിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു വിഷമം ഉണ്ടോന്ന്. കാരണം ചേച്ചിയൊക്കെ പരിചയപ്പെടുന്നതിന് മുമ്പ് ഞാൻ എപ്പോഴും ഷിനജസിനെ വിളിച്ചിട്ട് പറയും ഇവിടെ ഞാൻ ഒറ്റയ്ക്കാണ്. പക്ഷെ അവർ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടേ ഇല്ല. അത് ഷിനജസിനും പറയാമായിരുന്നു. ഇനിയിപ്പോൾ നീ പിന്നെയും പറയാൻ തുടങ്ങുമല്ലോ എന്ന്. അപ്പോൾ ഓക്കെ, ഒത്തിരി പറഞ്ഞാൽ ഞാൻ ചിലപ്പോൾ ഇമോഷണൽ ആയിപ്പോവും. ചേച്ചി അച്ഛനും എന്താണ് ഇപ്പോൾ അങ്ങോട്ട് ജോലി കിട്ടിയെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയേ പറയാം. ഇപ്പോൾ ചേട്ടന് കടയിൽ വരെ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്നെ ആലീസിനെ പിക്ക് ചെയ്തോളാം എന്ന് പറഞ്ഞു. അപ്പോൾ ചേട്ടൻ വരുന്നതിന് മുമ്പേ എനിക്ക് കുറച്ച് ലാപ്ടോപ്പും കാര്യങ്ങളൊക്കെ എടുത്ത് വെക്കാനുണ്ട്. അപ്പോൾ ആലീസിൻ്റെ ലാപ്ടോപ്പ് എൻ്റെ കയ്യിലുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്തു. ഇനി ചേട്ടൻ വന്നിട്ടില്ല. ചേട്ടൻ ഇപ്പം വരും. കടയിൽ അവിടെ കയറണമെന്ന് പറഞ്ഞു. ഞാൻ എന്തോ എടുക്കാൻ മറന്ന പോലെ. എനിക്ക് എപ്പോഴും ഇറങ്ങുമ്പോഴും ഇതൊരു ചിന്തയാണ്. അപ്പോൾ ചേട്ടൻ താഴെ വന്നെന്ന് പറഞ്ഞ് വിളിച്ചു. ഇനിയിപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് അവരെ എല്ലാവരെയും കാണാം. ഞാൻ എന്തൊക്കെയല്ലേ പറയുന്നത്. ഇന്നെനിക്ക് എന്തൊക്കെ പറയണ്ടെന്ന് പോലും ബോധമില്ല. ഓൾറെഡി ഉറക്കത്തിൻ്റെ ഒരു ഇതും പിന്നെ ഒരു ചെറിയ വിഷമവും. അപ്പം നമ്മൾ ചേച്ചിയുടെ വീട്ടിൽ സ്റ്റെപ്പ് കയറിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഇവിടെ കുറച്ച് നേരം ഇരുന്ന് നമ്മൾ ചായയൊക്കെ ഒന്ന് കുടിച്ച് ഉദ്ദേശമേ അതാ കുടിച്ച് പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഫുഡ് കഴിക്കാൻ പോവാം. പാട്ടിക്ക് കയറാൻ വയ്യ സ്റ്റെപ്പ്. എന്നിട്ടേക്ക് ഹലോ, അയ്യോ അത്യാവശ്യമായല്ലോ കണ്ടിട്ട്. രണ്ടുപേരും സുന്ദരികളായിട്ടുണ്ടല്ലോ. വാവ്, ഇതേതാ വലിയ സുന്ദരി. ഓ മൈ ഗോഡ്, എന്റെ വായിട് കുഞ്ഞ് എന്റെ എടുക്കുവാ. ഇതൊക്കെ എങ്ങനെ അറിയാം? വ്ലോഗർ ആണോ ഇത്? ഓ ചേച്ചി, വലുതാകുമ്പോ ഒത്തിരി ഫോട്ടോ ചെയ്യാനാന്ന് ഞാനും. ജൈവിക്കുട്ടി ചേച്ചിയുടെ ഹസ്ബൻഡ് ഫോൺ വണ്ടിയെ വെച്ച് മറന്നിട്ട് രണ്ടാമത് പോയി. ഫേസ് വെക്കില്ല. ഓക്കെ. മെറിൻ ചേച്ചിയുടെ കഴിവല്ല അവക്കാ കിട്ടിയത്. പകർച്ചവ്യാധിയാ. മെറിൻ ചേച്ചി ഈസ് എ വ്ലോഗർ എന്ന് പറ. Mommy do lot of work today. Then Jolly too. Mommy done lots of work today. Jolly. Papa. ഓ ചേച്ചി എടുത്തോണ്ട് വന്നോ. ആൾക്കാര് തെറ്റിദ്ധരിക്കും. എടുത്തോണ്ടൊക്കെ. ചായ ഇടുന്നില്ലയോ സഹോദരി? കൊറേ ദിവസമായിട്ട് ചായ കുടിക്കാതിരിക്കുവോ? ചേച്ചിയുടെ ചായ കുടിക്കാൻ. ഗായ്സ് ഇങ്ങി വാ ചേച്ചി, എന്റെ വ്ലോഗിലൊന്ന് വരാൻ പറ്റുമോ പ്ലീസ്? അപ്പൊ ഇതാണ് ഗായ്സ് ഞങ്ങളുടെ പുതിയ വ്ലോഗ് ചേരാ. എത്ര സബ്സ്ക്രൈബർ ഉണ്ട് മോനെ? ഓക്കെ, ഞാൻ സബ്സ്ക്രൈബ് ചെയ്യാം. ഓ ഓക്കെ. അപ്പൊ ഇവിടെ ഒരു വ്ലോഗിങ് ഒന്നും കഴിഞ്ഞില്ല. അതിന്റെ ഇടയ്ക്ക് ചേച്ചി പോയിട്ട് ചായ ഒക്കെ ഇട്ടുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷെറിൻ ചേച്ചിയൊക്കെ ഫാമിലി ആയിട്ട് ഇവിടുന്ന് ബ്രിസ്റ്റോളിലോട്ട് മൂവ് ചെയ്യുവാന്ന്. പക്ഷെ അത് എന്തുകൊണ്ടാണ് ഇവിടുന്ന് പെട്ടെന്ന് പോകുന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞില്ല. ഞാൻ പിന്നെ പറയാന്നാ പറഞ്ഞത്. അപ്പൊ ചേച്ചിക്കാണെങ്കിലും ചേട്ടനാണെങ്കിലും അവിടെ ബ്രിസ്റ്റോളിൽ ജോലി സെറ്റ് ആയിട്ടുണ്ട്. ചേട്ടന്റെ ഓഫീസ് ബ്രിസ്റ്റോളിലാണ്. പിന്നെ ചേച്ചി ആണെങ്കിലും ഇപ്പൊ ഒരു 3-4 മാസമായിട്ട് ഓസ്കി ട്രെയിനറായിട്ട് ടെമ്പററി വർക്ക് ചെയ്യുമായിരുന്നു. ഇവിടെ ഹോസ്പിറ്റലിൽ ഡ്യൂട്ടി ചെയ്യുന്നില്ലായിരുന്നു. അപ്പൊ അത് കഴിഞ്ഞ് അതൊരു 6 മന്ത്സിലേക്കായിരുന്നു ചേച്ചി അങ്ങനെ ഒരു ഇതെടുത്തത്. പക്ഷെങ്കിൽ ചേച്ചി അതിൻ്റെ ഇടയ്ക്ക് ഇവിടെ ഒരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്ത് ക്ലിനിക്കൽ പ്രാക്ടീസ് എഡ്യൂക്കേറ്റർ ആയിട്ട് ഒരു പെർമനന്റ് ബാൻഡ് 6 ആയിട്ട് ജോലി കിട്ടി. അപ്പൊ അത് ലാസ്റ്റ് വീക്ക് അല്ലേ ചേച്ചി? അല്ല 2 വീക്സ് ആയി.
2 weeks ആയി ചേച്ചിക്ക് അത് കിട്ടിയിട്ട്. ഓൾറെഡി അത് കിട്ടുന്നതിന് മുമ്പാണെങ്കിലും ഇവിടുന്ന് ഇവർ മാറണമെന്ന് പറഞ്ഞിരിക്കുവായിരുന്നു. കാരണം കുഞ്ഞുങ്ങളെ ആണെങ്കിൽ സ്കൂളിൽ നിന്ന് പോയി വിളിച്ചിട്ട് വരണം ഇത്ര സമയം ആകുമ്പോഴത്തേക്കിനും. അപ്പോൾ ഈ ബ്രിസ്റ്റോൾ വരെ പോയിട്ട് തിരിച്ച് അവിടുന്ന് വരുന്ന സമയത്ത് ചില സമയം ലേറ്റ് ആയി പോകും. ചേട്ടനോട് ആ സമയത്ത് ജോലി ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാരണവും പിന്നെ ചേച്ചിക്ക് ഈ ട്രാവൽ രാവിലെ ഇത്രയും ചെയ്യണം. അപ്പോൾ ആ ഒരു ഡേ ഫുള്ള് നമുക്ക് അങ്ങനെ മെസ്സായി പോവല്ലേ. അങ്ങനെയുള്ള റീസൺ കാരണം അവർ മൂവ് ആകണമെന്ന് ഓർത്തിരിക്കുമായിരുന്നു. അപ്പോൾ എന്താണെങ്കിലും ദൈവം സഹായിച്ച് ഒരു ടെൻഷൻ ഇല്ലാതെ ടെൻഷൻ ഫ്രീ ആയിട്ട് അവർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. കാരണം ഇപ്പോൾ 2 പേർക്കും പെർമനന്റ് ആയിട്ടുള്ള ജോലി അവിടെ കിട്ടി. അപ്പം അത് ഓക്കെ ആണല്ലോ. പിള്ളേർക്കാണെങ്കിലും സ്കൂളും എല്ലാം സെറ്റായി. വീട് കിട്ടി. ബ്രിസ്റ്റോളിലൊക്കെ വീട് കിട്ടുക എന്ന് പറയുന്നത് തന്നെ വലിയ ബുദ്ധിമുട്ടാണ്. അപ്പോൾ എല്ലാം തക്ക സമയത്ത് ദൈവം അതെല്ലാം കൊടുത്തു. അതുകൊണ്ട് അവരിവിടുന്ന് 2nd January ഇവിടുന്ന് പോവാണ്. അപ്പം ഞങ്ങൾക്ക് ഡ്യൂട്ടിയാണ്, എനിക്ക് ആലീസിനും. അപ്പം ഞങ്ങൾക്ക് വരാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് നമ്മൾ ഇന്നിങ്ങനെ വരാമെന്ന് ഓർത്തത്. ഞാൻ നൈറ്റ് ഡ്യൂട്ടി ഒന്നും കഴിഞ്ഞിട്ട് ഇത്രയും ആക്റ്റീവായിട്ട് എനിക്കൊന്നും ഇവിടെ വന്നിട്ട് ഇരുന്നിട്ടേ ഇല്ല. പക്ഷെങ്കിൽ ഇനി ഇവിടെ വെസ്റ്റേണിലുള്ള ഈ ഒരു ഗെറ്റ് ടുഗദർ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എല്ലാവരെയും കാണിച്ചേക്കാം. ഇനിയിപ്പം ഇല്ലല്ലോ. അപ്പം പിന്നെ നമ്മൾ ബ്രിസ്റ്റോളിൽ പോകും. പക്ഷെ ബ്രിസ്റ്റോളിൽ പോകാന്ന് പറയുന്നത് ഇവിടെ വരുന്നത് പോലെ പോസിബിൾ ആയിട്ടുള്ളൊരു കാര്യമല്ല. നമ്മൾ എത്ര പറഞ്ഞെന്ന് പറഞ്ഞാലും നമുക്ക് എനിക്കും ആലീസിനും ഒരുപോലെ ഓഫ് വേണം, പിറ്റേ ദിവസം ഓഫ് വേണം, ആ സമയത്ത് അവർ ഫ്രീ ആയിരിക്കണം. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പോൾ എന്താണെങ്കിലും ഇനിയിപ്പോൾ ഇവർ ഞങ്ങളുടെ ശല്യം സഹിക്കാൻ പറ്റാഞ്ഞിട്ടാണോ അല്ലയോ ഒന്നും അറിയത്തില്ല ഇവിടുന്ന് പോകുന്നത്. അപ്പോൾ എന്താണെങ്കിലും ഇനി പോയി കഴിഞ്ഞിട്ട് അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് നമുക്ക് അവിടുത്തെ വീടും കാര്യങ്ങളും ഒക്കെ പോയി കാണാം. അന്നേരം ചേച്ചിക്ക് അച്ഛനോട് ജോലി കിട്ടിയത് എങ്ങനെയാണ് എന്നുള്ള ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ നമുക്ക് അന്ന് ചെയ്യാം. അപ്പോൾ ഇനി എന്താണെങ്കിലും ഞങ്ങൾ ചായയൊക്കെ കുടിച്ച് കുറച്ചു നേരം സംസാരിച്ചൊക്കെ ഇരുന്നിട്ട് നമുക്ക് പുറത്തു പോയി ഫുഡ് കഴിക്കാം. അപ്പൊ നമ്മൾ പോകാനായിട്ട് ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. കുറച്ചു നേരം ഇരുന്ന് സംസാരിച്ചൊക്കെ കഴിഞ്ഞു. ഇനിയിപ്പം മഴ ഇപ്പം ഇല്ല, അന്നേരം ഇറങ്ങാൻ ഓർത്തു. ഇവിടെ എല്ലാവരും റെഡി ആയിട്ടിരിപ്പുണ്ട്. ജയരമോൻ റെഡി ആയോ? കുഞ്ഞിന്റെ ഹെയർ സ്റ്റൈൽ കാണിക്കത്തിരി. വാവ്. അന്നേരം ഇവിടുന്ന് നടന്നു പോകാനായിട്ടാണ്. ഇപ്പം മഴ ഒന്ന് നിന്നിരിക്കുവാണെന്ന് തോന്നുന്നു. ഇവിടെ അടുത്ത് തന്നെയാണ്. നമ്മൾ പോയിട്ട് തിരിച്ചു വരും. Thank you. അപ്പോൾ നല്ല കാറ്റുണ്ട്. പിന്നെ ഞാൻ ജാക്കറ്റ് ഒന്നും എടുത്തിട്ടില്ലായിരുന്നു. ഞാനും ആലീസും എടുത്തിട്ടില്ല. എന്നാലും ഓക്കെ എന്നുള്ളതിൻ്റെ അത്രയും. എനിക്ക് 8 ഡിഗ്രി എങ്ങാണ്ടുണ്ട്. പിന്നെ കുറേ നാളായി ഇങ്ങനെ രാത്രിയിൽ എല്ലാവരും കൂടെ നടന്നിട്ട്. ഞാനും ആലീസും കൂടെ ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട് ചേച്ചിയുടെ വീട്ടിൽ പോകുമ്പോൾ. പക്ഷെ അല്ലാതെ ഇപ്പം കുറേ ദിവസമായി. ഇവിടുത്തെ ക്രിസ്മസ് ന്യൂ ഇയർ ഡെക്കറേഷൻസ് എല്ലാം സെറ്റായിട്ട് അവിടെ തന്നെയുണ്ട്. വേണ്ട ചേച്ചി, ചേച്ചിക്ക് ഒത്തിരി ഇഷ്ടമായി. പൊട്ടിച്ച് കളയണ്ട. ഇത് നോർത്ത് ഇന്ത്യൻ ടച്ച് അല്ലേ ശ്രീ? ഓക്കെ, അപ്പം നമ്മൾ ഇവിടെ വന്ന് കുറച്ച് നേരം സംസാരിച്ചൊക്കെ ഇരുന്നു. ഇനിയിപ്പം 11:30 ആയിട്ടുണ്ട് സമയം. എനിക്ക് നാളെ ഡ്യൂട്ടിയും ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഓർത്ത് പോകാമെന്ന്. കാരണം പിന്നെ ഇവിടുന്ന് നാളെ കൊണ്ടുപോകാനുള്ള ഫുഡെല്ലാം ചേച്ചിയുടെ തന്നെ പാക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ കാണുന്നത്? ഇനി ഞാൻ നാട്ടിൽ പോകുമ്പോൾ നിങ്ങളല്ലേ എന്നെ കൊണ്ടുവിടാൻ വരുന്നത്. ഞങ്ങളെക്കുറിച്ച് എന്താ പറയാനുള്ളത്? ഫസ്റ്റ് ചേച്ചി പറയൂ. കൂടിപ്പോണ്ട, കുറച്ച് പറഞ്ഞാൽ മതി. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ചേച്ചി ചുമ്മാ കോമഡി അടിക്കുക. ചേട്ടാ, മാന്യന്മാരോട് സംസാരിക്കുന്നതാണ് എനിക്കിഷ്ടം. അല്ല, അതിന് മുമ്പ് ഞാൻ പറയട്ടെ, ഞാനില്ലേ ചേട്ടനെ എപ്പം കണ്ടാലും ഞാൻ ആദ്യം വരുന്നതെന്നറിയോ, എവറിത്തിങ് ഫോർ £1 എന്ന് പറഞ്ഞിട്ടുള്ളൊരു കടയുടെ ഫ്രണ്ടിൽ വെച്ച് അന്ന് പിള്ളേരെ സ്കൂളിൽ നിന്ന് വിളിച്ചിട്ട് വന്നപ്പോൾ അവിടെ നിന്നിട്ടില്ലേ ചേട്ടൻ പറയും, മെറുൻ ആ വീഡിയോസ് എല്ലാം ഞാൻ കണ്ടിട്ടുണ്ട്. എന്റെ മനസ്സിൽ എപ്പോഴും അതാ. ഞാൻ ഒരിക്കലും ചിന്തിച്ചിട്ടില്ല ഇത്രയും ക്ലോസ് ആവുമെന്ന്. ചേച്ചിയോടും പ്രത്യേകിച്ച്. ചേച്ചി അധികം കയറി മിണ്ടുന്ന ടൈപ്പ് അല്ലായിരുന്നു. വാർഡിലാണെങ്കിൽ പോലും അധികം ആരോടും മിണ്ടത്തില്ലായിരുന്നു.
അപ്പോൾ എനിക്ക് അതാ ചേട്ടനെ കുറിച്ചാണെങ്കിലും ചേച്ചിയെക്കുറിച്ചും, ചേച്ചി ആദ്യമായിട്ട് വാടി വന്നിട്ട് മെറിനല്ലേ ഞാൻ വീഡിയോസൊക്കെ കാണാറുണ്ട് കേട്ടോ ഇങ്ങനെ പറഞ്ഞ ആ ഒരു ഇത്, അത് നോർമലി എല്ലാവരും പറയുന്ന പോലാണെന്നുള്ളൊരു രീതിയിലാണ് ഞാൻ എടുത്തേ. മെറിനോട് ഇത്രയും ക്ലോസ് ആവുന്ന എന്റെ സ്വപ്നത്തിൽ പോലും വിചാരിച്ചില്ല. എനിക്കറിയത്തില്ല, എന്തായാലും വീട്ടിൽ വന്ന് ഫസ്റ്റ് ടൈം വന്നിട്ട് വീടൊക്കെ എടുത്തു. അത് ഞാൻ ഒരു വീഡിയോ എടുക്കാനായിട്ട് വന്ന പോലെ അന്ന് വന്ന് എടുത്തിട്ട് പോയി. അന്ന് ചേച്ചി എനിക്ക് കപ്പയൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ഫോർമലായിട്ട് ഇച്ചിരി എടുത്ത് കഴിച്ച്. ഒരുമാതിരി നമ്മുടെ കഥകൾ മൊത്തം അത് ഞാൻ എപ്പോഴും പറയും, ഇവരെ ഒരു നോൺ സ്റ്റോപ്പ് സ്റ്റോറിയുള്ള ലൈഫായി ഇവരുടെ. ഓരോ ദിവസം ചോദിക്കും ഇന്ന് കഥ വല്ലതും കേൾക്കണോ. അല്ല, എൻസൈക്ലോപീഡിയക്ക് ഇത്ര എഡിഷനോ ഇത്ര എണ്ണോന്നൊക്കെ ഉണ്ട്. ഞങ്ങളുടെ പിന്നെ കിടക്കുന്നതേ ഉള്ളൂ, തീർന്നിട്ട് പല പുസ്തകങ്ങളും തുറക്കാതെ കിടപ്പുണ്ട്. കുഞ്ഞുങ്ങൾക്കായാലും എന്തുമാത്രം കാര്യമാണെന്നറിയാമോ, ജയറ എല്ലാ ദിവസവും വിളിച്ചിട്ട് എപ്പോഴാ വരുന്നത് എപ്പോഴാ. നമുക്കും പോരും വീട്ടില് ഒരാൾ ഓഫ് ഇരുന്നാ കൂടെ വി ഫീൽ ലൈക്ക് കമ്മിങ് ഹിയർ ഉണ്ട്. അപ്പൊ അല്ല, ഞാൻ പറയട്ടെ, ഞാനിവിടെ വന്നിട്ട് UK-ലുള്ള കുറെ പേരെ വീഡിയോസ് ഒക്കെ കാണുമല്ലോ നമ്മള്, അല്ലെങ്കിൽ റീൽസ് ഒക്കെ കാണുമ്പോൾ എല്ലാവർക്കും കുറെ ഫ്രണ്ട്സും കാര്യമുണ്ട്. അപ്പൊ ഞാനും മന്ത്രിയും ഉണ്ടല്ലോ എപ്പോഴും പറയുന്ന കാര്യമാണ്, നമുക്ക് മാത്രം എന്താ അങ്ങനെ ഒരു നല്ല ഫ്രണ്ട്സ് അല്ലെങ്കിൽ ഒരു ഫാമിലി നമുക്ക് മാത്രം എന്താ കിട്ടാത്തത്. എല്ലാവർക്കും കിട്ടും, സിംഗിൾസ് ആയിട്ട് പോകുന്നവർക്കൊക്കെ ഒരു ഫാമിലി കാണും അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട്. ഇപ്പൊ ഉണ്ട്, ഇപ്പൊ റേച്ചൽ ചേച്ചി ആണെങ്കിൽ അടുത്ത അവരൊക്കെ ഉണ്ട്. പക്ഷെങ്കില് ഇത്ര അറ്റാച്ച്ഡ് ആയത് നിങ്ങളോട് മാത്രം, എല്ലാ കാര്യത്തിനും എപ്പം വേണമെങ്കിലും വിളിക്കാന്നുള്ളൊരു ധൈര്യമായിരുന്നു. ചേച്ചി പറഞ്ഞ എനിക്ക് ശരിയാന്ന് തോന്നുന്നു, ഓണ പ്രോഗ്രാമിന്റെ ടൈമിലാ ചേച്ചി. അതിന് മുമ്പേ വന്നു 1-2 തവണ, പക്ഷെ പ്രാക്ടീസിന് വന്നാണ് പിന്നെ ഷിനാചാശം വന്നപ്പോ എപ്പോഴും വരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഇതായത്. ശനിദിവസം വന്ന ടൈമിൽ ഇച്ചിരി കൂടെ അടുത്ത് നമ്മള്, കാരണം പുള്ളി ഫ്രീ ആ നിങ്ങളോട് കൂട്ടായപ്പോ ഞാനും ഒത്തിരി കംഫർട്ടബിൾ ആയി. അപ്പോൾ അങ്ങനെ കുറച്ചുകൂടെ അടുത്തേ. അപ്പോൾ ഞാൻ അതുവരെ ഞാൻ എപ്പോഴും പറയുന്നതായിരുന്നു, ഞാൻ തന്നെയുള്ളൂ ഇവിടെ, എനിക്ക് ആരുണ്ട്, വേറെ ആരും ഇല്ല, സത്യമായിട്ട് ഞാൻ പറയുന്നതാണ്. അപ്പോൾ 2 ദിവസം മുന്നേ എന്നോട് ചോദിക്കുകയാണ്, ഒരു ചേച്ചിയൊക്കെ പോയി കഴിഞ്ഞാൽ ഇനി നിന്റെ ആ പറച്ചിൽ പിന്നെയും തുടങ്ങുമല്ലോ, പക്ഷെ നിനക്ക് ആ ഫീലിങ്സ് പിന്നെയും വരുമല്ലോ, നീ ഒറ്റയ്ക്കേ ഉള്ളെന്ന്. എത്ര ഷെയറിങ്ങിൽ മന്ത്രിയാണെങ്കിലും ഇപ്പം ഞാൻ അങ്ങനെ ആലീസിൻ്റെ കൂടെ ആണെങ്കിലും ചിലപ്പോൾ ഞാൻ താമസിച്ചാലും ഉണ്ടല്ലോ, ഇവിടെ ഒന്നൊരു ഫാമിലി ആയിട്ടിരിക്കുന്ന ആ ഒരു ഇത് നമുക്ക് കിട്ടത്തില്ല. വീഡിയോസ് ഒക്കെ കാണുമ്പോഴാണെങ്കിലും വീട്ടിലും അവർക്ക് സന്തോഷമാണ്. അവർക്ക് ഇപ്പൊ സ്വന്തം മോനെ ചേച്ചിയുടെ വീട്ടിൽ പോകുന്നില്ല അങ്ങനെ ചോദിക്കുന്നേ. ഏത് ചേച്ചിന്നൊന്നുമില്ല, ചേച്ചി എന്ന് പറഞ്ഞാൽ ചേച്ചിയാണെന്നറിയാം. അപ്പൊ അവർക്കൊരു ആശ്വാസമാണ്, നിന്റെ ഒരു വലിയ കൂട്ട് പോകുന്നല്ലോ എന്നാ പറയുന്നേ. ഫാമിലി ആയിട്ട് ആണെന്ന് പറഞ്ഞാലും ഞങ്ങളും തന്നെ ആയി കഴിഞ്ഞുള്ള കുഞ്ഞുങ്ങളും മാത്രമുള്ള ലോകം എന്ന് പറയുന്നത് അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഞങ്ങൾക്ക് ആരെങ്കിലും ഉണ്ട് എന്നുള്ളൊരു തോന്നല് നിങ്ങളോടൊക്കെ വന്നേ പിന്നെയാണ് ഞങ്ങൾക്കും ഉണ്ടായത്. സത്യം, ഒരു ഹെൽപ്പിന് ആരെങ്കിലും, ഹെൽപ്പ് എന്നല്ല പക്ഷെ ഹെൽപ്പും ഉണ്ട് ഇവിടെ വേണം. ഞങ്ങൾ പ്ലാൻ ചെയ്യുന്ന ഞങ്ങളുടെ ഡ്യൂട്ടി ഷെഡ്യൂൾ തന്നെ നിങ്ങളുടെ 3 പേരുടെ ഡ്യൂട്ടി വെച്ചിട്ട് എനിക്ക് ചെയ്യാൻ പറ്റാണ്ട് ഞാൻ അത് തന്നെ ഒരു ഫാക്ടർ. ഓക്കെ, നമുക്കറിയാം ഇമോഷണലി ചേട്ടൻ ഇങ്ങനെ ഇരിക്കല്ലേ, നാളെ ഡ്യൂട്ടിയാ. ലഞ്ച് റെഡി, സ്നാക്ക് റെഡി. ചേച്ചി ഓക്കെ ബൈ. പെട്ടെന്ന് വരാൻ നോക്കാം ചേച്ചി, സ്വാപ്പ് ചെയ്തിട്ട് വല്ലോ. അങ്ങനെ ഓക്കെ ബൈ. നോക്കുന്നില്ല, പോവാം.